ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം രജനി. ഞാനിന്ന് കാണിക്കാൻ പോകുന്നത് പനീർ കറിയാണ്. പോകാൻ വീഡിയോയിലേക്ക്. ഇതിപ്പോൾ എടുത്തിട്ടുള്ളത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ഇല ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ടൊമാറ്റോ, 2 പച്ചമുളക്, കാശ്മീരി മിർച്ചി ഇത്രയും എടുത്ത് നല്ല മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. ആദ്യം ഈ മസാലയും പേസ്റ്റ് വിട്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വിട്ട് നല്ലൊന്ന് ഫ്രൈ ആവുക. ഇന്ന് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യാൻ ചേട്ടൻ കൂടെ വന്നിട്ടുണ്ട്. എനിക്ക് ഈ കറികളൊന്നും വയ്ക്കാൻ അറിയത്തില്ല, പിന്നെ ചേട്ടൻ കൂടെ ഒന്ന് ഹെൽപ്പ് ചെയ്യും. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ്. ഇത് നല്ലൊന്ന് ഫ്രൈ ആയതിന് ശേഷം ഉള്ളി ഇടുക. ഉള്ളിയിട്ട് നല്ലവണ്ണം വഴറ്റണം. ഉള്ളിയുടെ പച്ചമണവും എല്ലാം ഒന്ന് പോയി കുറച്ച് ഉപ്പൂടെ ഇടാം. ഉപ്പൂടെ ഇട്ടിട്ട് നിങ്ങൾക്ക് ഇന്ന് വഴറ്റിയെടുക്കാം. നല്ലവണ്ണം വഴറ്റണം. ഒട്ടും തന്നെ ഈ പച്ചമണം ഇല്ലാതിരിക്കണം. എന്നിട്ട് ഈ അരച്ച് വെച്ച ടൊമാറ്റോ എല്ലാം എടുത്ത് അതിലോട്ട് ഒഴിക്കണം. എന്നിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കണം. ടൊമാറ്റോ, 2 പച്ചമുളക് ഇട്ടിട്ടുണ്ട്, പിന്നെ കാശ്മീരി മിർച്ചി പൗഡർ, ഇതെല്ലാം കൂടെ ഒന്ന് വഴണ്ട് ഒരു രീതിയിലാവട്ടെ. ഇതിൽ ഞാൻ നല്ലവണ്ണം കുരുമുളക് ചേർത്തിട്ടുണ്ട്. കുരുമുളക് എൻ്റെ ഒരു ഫ്രണ്ട് റാണി ചേച്ചി തന്നതാണ്. റാണി ചേച്ചിക്ക് തോട്ടമുണ്ട് കുരുമുളകിൻ്റെ. അപ്പോൾ അങ്ങനെ എനിക്ക് നല്ല ഒറിജിനൽ കുരുമുളക് കൊണ്ട് തന്നിട്ടുണ്ട്. ഇതിപ്പോൾ നല്ല വഴണ്ടി വന്നിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് മല്ലിപ്പൊടി, കുറച്ച് മുളക് പൊടി നിങ്ങളുടെ എരിവിനാവശ്യത്തിന്. കുരുമുളക് ചേർത്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ അതനുസരിച്ചിട്ടുള്ള എരിവിനനുസരിച്ചിട്ടുള്ള ആ ഒരു മുളക് പൊടി ചേർത്താൽ മതി. മല്ലിപ്പൊടിയും അധികം വേണ്ട, ഒരു ശകലം, ഹാഫ് ഒരു സ്പൂണ് കറക്റ്റായിട്ട് ഹാഫ് സ്പൂൺ അങ്ങനെ എടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് വഴറ്റണം. ഒട്ടും തന്നെ പച്ചമണം ഇരിക്കാൻ പാടില്ല, ഇല്ലെങ്കിൽ ഒരു സ്മെല്ല് വരും. ഇതിപ്പം പനീർ ഫ്രൈ ചെയ്യുന്ന പീസായിട്ട് കട്ട് ചെയ്തിട്ട് ഞാനിപ്പോൾ ഇതിൽ ബട്ടർ ചേർത്തിട്ട് ഫ്രൈ ചെയ്യുന്നുണ്ട്. നെയ്യ് ഉണ്ടെങ്കിൽ നെയ്യിലും ചേർക്കാം, ഇല്ലെങ്കിൽ വെറുതെ എണ്ണയിൽ വേണമെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്ത് എടുക്കാം. പനീറിൽ ശകലം മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ട് അത് ചേർക്കുന്നത്. നല്ല ഒന്ന് ഫ്രൈ ആയതിന് ശേഷം ഇതിലോട്ടിടുക. ഇതിലോട്ടിട്ട് ഇതിൽ കുറച്ച് ചൂടുവെള്ളമാണ് ഞാൻ ഒഴിച്ചിട്ടുള്ളത്, കുറച്ച് കറിയായിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ബട്ടർ ആയതുകൊണ്ടാണ് എല്ലാം ഇങ്ങനെ എടുത്തൊഴിക്കുന്നത്. നല്ലവണ്ണം ഒന്ന് തിളച്ച് നല്ലൊന്ന് കുറുകി ഒരു പരുവത്തിലെത്തും. നല്ല തിളയ്ക്കണം. ഉള്ളിയുടെ ചുവ ഒട്ടും തന്നെ ഉണ്ടായിരിക്കാൻ പാടില്ല ഇതിൽ. അത്രയും നല്ല വഴറ്റിയിട്ട് ഇടാവും. ഉപ്പ് പാകത്തിന്. എന്നിട്ട് ഇത് കസ്തൂരി മേത്തിയാണ് ചേർത്തിക്കുന്നത് ഞാനിത്. കസ്തൂരി മേത്തി എന്ന് പറഞ്ഞാൽ ഉലുവയുടെ ഇല ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുക, അതാണ് കസ്തൂരി മേത്തി. ലാസ്റ്റ് ഇങ്ങനെയാണ് ഫുഡ് എടുക്കുന്നത്. ഇത് ഫുൾക്കയുടെ കൂടെയാണ് കഴിച്ചത്.